കേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്ത പരാതി തന്നെയാണ് ഇപ്പോൾ കരുതലും കൈത്താങ്ങുമെന്ന അദാലത്തിലേക്കും എത്തുന്നത് എന്നുള്ളതാണ്. കോട്ടയത്തു നിന്നും എം രാഗേഷ് വിവരങ്ങളുമായി. വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടിയും ഇപ്പോൾ രാഗേഷിനൊപ്പമുണ്ട്. രാഗേഷ്, ഇപ്പോൾ നവകേരള സദസ്സിൽ പരിഹരിക്കപ്പെടാത്ത പരാതികളാണോ ഇപ്പോൾ കരുതലും കൈത്താങ്ങലും എത്തിയിരിക്കുന്നത്? കോട്ടയത്ത് അത്തരം പരാതികൾ ഏതൊക്കെയാണ്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന ഒരു കണക്കുണ്ടോ? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പോൾ കരുതലും കൈത്താങ്ങും എന്നുള്ള അദാലത്തുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. കോട്ടയത്ത് 3 താലൂക്കുകളിൽ ഇത്തരത്തിൽ അദാലത്ത് നടന്നു കഴിഞ്ഞു. ഒന്ന് വൈക്കത്ത് നടന്നിട്ടുണ്ട്, കോട്ടയത്ത് നടന്നു, മീനച്ചിൽ നടന്നു. 3 അദാലത്തുകൾ പൂർത്തിയായി. ഇനി 2 അദാലത്തുകളാണ് പൂർത്തിയാകാനുള്ളത്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഈ 2 താലൂക്കുകളിലെ അദാലത്ത് കൂടെ പൂർത്തിയാകാനുണ്ട്. ഈ പൂർത്തിയാകാനുള്ള പരാതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ PRD നമുക്ക് കണക്ക് തരുന്നുണ്ട്. ഏകദേശം ഓരോ താലൂക്കിലും 459, 360 എന്നിങ്ങനെയൊക്കെയാണ് പരാതികൾ ലഭിക്കുന്നത്. ഇതിൽ 90 പരാതികൾക്ക് പരിഹാരമായി, 126 പരാതികൾക്ക് പരിഹാരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PRD അതിൻ്റെ റിലീസ് തരുന്നുണ്ട്. ഇതിനകത്ത് ഞാനൊരു റിലീസ് വായിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകും. അതായത് പരിഹരിക്കപ്പെട്ട പരാതിയുടെ ഒരു 3 വാർത്ത ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, ഇലവീഴ, പൂഞ്ചിറ, പെരിങ്ങാലി ഭാഗത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ വേണ്ടി KSEBക്ക് മന്ത്രി VN വാസവൻ നിർദ്ദേശം നൽകിയതാണ് ഒരു പരാതി പരിഹാരമായത്. മറ്റൊരു പരാതിയുള്ളത് റീസർവേയിലെ പിഴവ് മൂലം ഒരാൾക്ക് കുറച്ച് സ്ഥലം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. നെച്ചിപ്പുഴൂർ മയിലാടൂർ MD സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്കാണ് കുറച്ച് ഭൂമി നഷ്ടപ്പെടുന്നത്. ഇതിന് റീസർവേക്ക് വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നിർദ്ദേശം നൽകി. മറ്റൊന്ന്, വീടിന് ഭീഷണിയായ മരങ്ങൾ ഒരാഴ്ചയ്ക്കകം നീക്കണമെന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. സിറിയക്കിൻ്റെ പരാതിയാണ്, കിഴക്കേത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിറിയക്കിൻ്റെ പരാതി. ഇതിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അതായത് വളരെ പ്രാഥമികമായി ഒരു ചെറിയ അപേക്ഷ നൽകിയാൽ പരിഹരിക്കാവുന്ന, പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ KSEBക്ക് ഉൾപ്പെടെ നൽകേണ്ടുന്ന ഇത്തരത്തിൽ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പരാതികൾ 96, അതായത് 450 പരാതി വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം പരാതികളാണ് മിക്കവാറും തീർപ്പാകുന്നത്. അതായത് 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒരു മെഗാ അദാലത്ത് നടത്തിയിരുന്നു. ആ അദാലത്ത് കഴിഞ്ഞ് പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോഴേക്കും ഇലക്ഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് വന്ന നവകേരള സദസ്സിലും ഇതേ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പരാതികളുണ്ട്, പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ അദാലത്തുകൾ നടക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ജനപ്രതിനിധികൾ ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കും. എന്താണ് കാര്യമായി നേരിടുന്ന പ്രശ്നങ്ങൾ? ഇവിടെ ഭവനം ഇല്ലാത്തവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവകേരള ഇതിൻ്റെ പരാതിയിൽ ഉന്നയിച്ചതിലാണ്ട് 158ഓളം പരാതികൾ ഇവിടെ അയച്ചിരുന്നു, പഞ്ചായത്തിൽ അയച്ചിരുന്നു. അതിന് ഇവിടെ നിന്നുള്ള പരിഹാരം കണ്ടെത്തിയില്ല. മറുപടി എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിലുള്ള ഉത്തരം കിട്ടി, അത് പരിഗണിക്കാം, അല്ലെങ്കിൽ അത് അടുത്ത അപേക്ഷയിൽ പരിഗണിക്കാം എന്നുള്ള ആ ഒരു മറുപടി മാത്രമാണ് ഇവിടെ നൽകിയത്. ഇവിടെ പഞ്ചായത്തിൽ നിരന്തരം ഈ പരാതി പരിഹരിച്ചോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി അവർ ഇവിടെ കയറി ഇറങ്ങുന്ന ദയനീയമായ കാഴ്ച നമ്മളിവിടെ കണ്ടുവരുന്നുണ്ട്. ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു വാർഡിൽ 2 വീടുകൾ വെച്ച് നമ്മൾ നൽകിക്കൊണ്ടിരുന്നതാണ്. ലൈഫ് മിഷൻ പദ്ധതികൾക്ക് വന്നതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ടും വീടുകൾ, ഈ രേഖകൾ അപൂർണമായതുകൊണ്ട് വീടുകൾ ലഭ്യമാകാതെ ഒട്ടനവധി ആളുകൾ ഇന്നും വിഷമഘട്ടത്തിലാണ്. അവർക്കൊരു പരിഹാരം ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. അവർക്ക് ലഭ്യമായോ എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള സുഖിപ്പിച്ചുള്ളൊരു മറുപടി മാത്രം അവർക്ക് നൽകി അവർ ആ മറുപടിയും കിട്ടിക്കൊണ്ട് ഇനിയും കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. ഈ ലൈഫ് മിഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് റോളുകളില്ല എന്നുള്ളതാണോ പറയുന്നത്? തദ്ദേശ ഇല്ലില്ല, ഇത് 2017 മുതൽ 20 എടുത്ത ലിസ്റ്റാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അത് ലിസ്റ്റ് എടുത്തിരിക്കുന്ന സർക്കാരാണ് ആ ലിസ്റ്റ് എടുത്തിരിക്കുന്നത്. ഒരു തദ്ദേശ സ്ഥാപനത്തിന് നേരിട്ട് ഒരാൾക്ക് വീട് കൊടുക്കാനുള്ള അനുമതിയില്ല. അത് ആ ലിസ്റ്റ് വരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ഇനി പുതിയ ലിസ്റ്റ് എടുക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് ഈ മന്ത്രിക്കും ഈ സർക്കാരിനും അറിയാവുന്ന കാര്യമാണ്. അവരെ വീണ്ടും നമ്മുടെ പഞ്ചായത്തിലേക്ക് ഇവിടെ വന്ന പരാതി പരിഹരിക്കാൻ കഴിയാതെ അവിടെ ചെന്നിട്ട് അത് വീണ്ടും ഈ പഞ്ചായത്തിലേക്ക് തന്നെ ആ പരാതി അയച്ച് പരിഹാരം കാണാതിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ താലൂക്ക് അദാലത്തിൽ നിങ്ങൾ പങ്കെടുത്തതാണല്ലോ. താലൂക്ക് അദാലത്തിൽ ഏത് തരത്തിലുള്ള പരാതികൾക്കാണ് കൂടുതലായിട്ട് പരിഹാരം കാണാനാകാത്തത്? നിങ്ങൾ എന്താണ് ഈ താലൂക്ക് അദാലത്തിൽ നിങ്ങളെ കൂടെ പങ്കെടുപ്പിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഉദ്യോഗസ്ഥരോട് പറയുന്നത്? എന്താണ്?
താലൂക്ക് അദാലത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ വിളിച്ചപ്പോഴത്തേക്കും ആ ഏതാണ്ട് 26 പരാതികളാണ് അന്ന് അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവിടെ ഈ തണ്ണീർത്തടങ്ങൾ ഡാറ്റാ ബാങ്ക് ഒഴിവാക്കുന്നത് 2-3 സെൻറ്റുകാരെ ഒഴിവാക്കുന്ന പരാതികളാണ് ഏറ്റവും. പക്ഷേ ഇവിടെ വൻകിട കക്ഷികൾ ഇവിടെ ഭൂമികൾ നികത്തുമ്പോൾ ഇവിടെ സാധാരണക്കാരന് എത്രയും പെട്ടെന്ന് ആ ഭൂമി അവന് കിട്ടി ഒരു വീട് വെക്കാനുള്ള അനുമതിയാണ് ആവശ്യം. അത്തരം കാര്യങ്ങളൊന്നും നടപ്പാകുന്നില്ല. അതുപോലെ തന്നെ ഈ ചികിത്സാ സഹായം ഒന്നും അവിടെ അവതരിപ്പിക്കേണ്ടെന്നുള്ളതാണ് നിർദ്ദേശം. എങ്കിലും ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആൾക്കാർ ചികിത്സാ സഹായം ലഭിക്കാതെ അല്ല അവരുടെ രോഗങ്ങൾക്ക് ഏറെ മരുന്നിന് വലിയ തുകകൾ കാണേണ്ടി വരുമ്പോൾ ചെറിയ ഒരു കൈത്താങ്ങ് എന്നുള്ള നിലയിൽ അവർക്ക് ചികിത്സാ സഹായം കൂടെ ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരം പരാതികളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിവ്. ഈ ഉദ്യോഗസ്ഥരോട് ഇല്ല എന്നുള്ള മറുപടി കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണോ? ഞാൻ അറിഞ്ഞത് അത് ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ വേണ്ട, അത് ഇച്ചിരി നീട്ടി പരിഗണിക്കാം. അടുത്ത തവണ സർക്കാർ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ഇടുമ്പോഴത്തേക്കും അവിടെ പരിഗണിക്കാം എന്നുള്ള വാക്കുകളിൽ എഴുതി വിടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല എന്ന വാക്ക് അതിൽ കാണരുത് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സ്മൃതി, ഇതാണ് ഓരോ താലൂക്ക് അദാലത്തുകളും മുന്നോട്ട് പോകുമ്പോൾ അതായത് വളരെ എളുപ്പം പരിഹരിക്കാവുന്ന പ്രാഥമികമായ വിഷയങ്ങൾ അന്ന് തന്നെ നടപടിയെടുക്കാവുന്ന ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന വിഷയങ്ങളല്ലാതെ സങ്കീർണമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയമപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അത് വിവിധ RDOമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി അത് അവിടെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാൽ അത്തരത്തിലുള്ള സങ്കീർണമായ വിഷയങ്ങളിലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ നൂലാമാലകളിലോ നേരത്തെ നമ്മൾ അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്തതുപോലെ കെട്ടിട നമ്പർ ഇല്ലാത്ത ആളാണെങ്കിലും അയാൾക്ക് അർഹതയുണ്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾക്കകത്തൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള മറുപടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, കോട്ടയത്തു നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാകേഷ് നൽകിയത്.